കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു രാജേന്ദ്രനും മകൻ അടക്കമുള്ള ബന്ധുക്കളും ആക്രമണത്തിനിരയായി. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യവിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന പേരിലാണ് ആക്രമണമെന്നാണ് പരാതി. കുത്തക വാർഡ് പിടിച്ചെടുത്തതിന്റെ പേരിൽ CPM ആസൂത്രിതമായി നടത്തിയതാണ് ആക്രമണം എന്ന് കോൺഗ്രസും UDFും ആരോപിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടിയിൽ ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ രാത്രി 10 മണിയോടെയാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ 9ാം വാർഡ് മെമ്പർ കോൺഗ്രസിലെ ബിന്ദു രാജേന്ദ്രൻ, മകൻ വിമൽ, ഒപ്പമുണ്ടായിരുന്ന അനിൽ എന്നിവർ കോതമംഗലത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആഘോഷ പരിപാടി നടന്ന ഹാളിന്റെ പുറത്തുവച്ചാണ് സംഭവം. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിനെ ചോദ്യം ചെയ്താണ് ആക്രമണം നടത്തിയതെന്ന് ബിന്ദു രാജേന്ദ്രൻ പറഞ്ഞു. വിമലിനെയും അനിലിനെയും ക്രൂരമായാണ് ആക്രമിച്ചത്. തന്നെ കയ്യേറ്റം ചെയ്യുകയും വസ്ത്രാക്ഷേപം നടത്തുകയും ചെയ്തെന്ന് ബിന്ദു പറഞ്ഞു. നേതൃത്വം നൽകിയത് CPMകാരാണ്. അപ്പോൾ മോൻ വന്നു, എൻ്റെ ഇളയ മകൻ ബിമൽ വന്നു. എന്താ ചേട്ടാന്ന് ചോദിച്ചു. അന്നേരം നിൻ്റെ അമ്മയാണ് ഇവിടെ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്, അതുകൊണ്ട് അന്നേരം പറഞ്ഞു ചേട്ടാ അമ്മയല്ല, ഇവിടെയുള്ള ചേച്ചിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെ മധു തള്ളിയിട്ടു കഴിഞ്ഞപ്പോൾ മോൻ പോയി റോഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവൻ മധു എൻ്റെ മോൻ്റെ മേത്ത് കയറിയിരുന്ന് തലക്കെട്ടും മുറത്തിനിട്ടൊക്കെ ചങ്കിനിട്ടൊക്കെ ഇടിക്കുക. ഞാൻ കരഞ്ഞോണ്ട് മോനെ പോയി പിടിച്ചു വലിച്ചു കഴിഞ്ഞപ്പം ഇവൻ്റെ കുറച്ച് ആൾക്കാർ കമ്പനിയുടെ പ്രവർത്തകർ തന്നെയാണ്. പിന്നെ കൂട്ടയടിയായിരുന്നു. എൻ്റെ കൂടെ വർക്കിന് വന്ന എൻ്റെ അനിലിൻ്റെ മുഖം കണ്ടോ സാറൊക്കെ കണ്ടോ, ഇടിച്ചതാണ്. അത്രയും മാരകമായിട്ട് എൻ്റെ മോൻ്റെ കണ്ണ് നെറ്റിക്ക് 3-4 മുറിവുണ്ട്, ചതവുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു, അവരെയും പൂരം ഇടിച്ചു. ഇതുണ്ടോ എൻ്റെ കഴുത്തിൻ്റെ നീര് കണ്ടോ, ഇതെല്ലാം അവരെന്നെ ഇടിച്ച് തലയ്ക്ക് കയറി ചവിട്ടി. എൻ്റെ സാരി അങ്ങ് വലിച്ചു പറിച്ചിട്ട് 3/4 ഭാഗവും പറഞ്ഞു പോയി. ഞാൻ നാണം കെട്ടുപോയി. അതേ അവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത്. സംഭവത്തിൽ കുട്ടമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രിയിലെത്തി മെമ്പറുടെയും മറ്റുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. CPMന് ആധിപത്യമുണ്ടായിരുന്ന വാർഡിലാണ് ബിന്ദു രാജേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇതിന്റെ പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPMകാർ നിയന്ത്രിക്കുന്ന ക്ലബിന്റെ പരിപാടിക്ക് ബിന്ദുവിനെ വിളിച്ചത് തന്നെ ആക്രമണം ലക്ഷ്യമിട്ടാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ജോഷി പറഞ്ഞു. CPMന്റെ ഗൂഢലക്ഷ്യങ്ങളെ ശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPMന്റെ ഒരു കോട്ടയായിരുന്ന ആ വാർഡ് UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി ബിന്ദു രാജേന്ദ്രൻ ജയിച്ചതിന് ശേഷം അവരെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യുക, സമൂഹമധ്യത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപ്രകാരത്തിലുള്ള കുത്സിത പ്രവർത്തനങ്ങളുമായി CPM മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും അമ്മമാരെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാം ആശങ്കകളെ ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിന്ദു രാജേന്ദ്രനെയും ഒപ്പമുണ്ടായിരുന്നവരെയും ക്രൂരമായി ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. ബിന്ദുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് CPMകാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. തല്ലാനും അതോടൊപ്പം തന്നെ ചവിട്ടാനും സാരി വരെ ഊരി കളയുന്ന നിലയിലേക്ക് ഈ ആക്രമണം പോവുകയുണ്ടായി. ഇന്നലെ വിഷു ആയതുകൊണ്ട് ഒരു ആഘോഷ പരിപാടി പിണവൂർക്കുടിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ആഘോഷ പരിപാടിയുടെ മറവിലാണ് CPM ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. അവിടെ കുറേ കാലമായി അനധികൃതമായി മദ്യവിൽപ്പനയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനവും വളരെ കൂടി വരികയായിരുന്നു. പ്രത്യേകിച്ച് പിണവൂർക്കുടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ആദിവാസി മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതിനെതിരെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശക്തമായ നിലപാട് എടുത്തിരുന്നു. GTV ന്യൂസ് കോതമംഗലം.